അപ്പോൾ ഇന്ന് സൺഡേയിൽ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അതിനൊരു 5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി വരുമ്പോൾ സബോള നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്. അപ്പോൾ അത് ബീൻസ് ഞാൻ ഉണങ്ങിയ ബീൻസാണ്. അപ്പോൾ ഞാനതൊന്ന് പകുതി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബോള വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും കിസ്മസും നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് വെജിറ്റബിൾ ബിരിയാണിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റ് വരുന്നത്. കുറച്ച് സബോളയൊക്കെ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ വറുത്തെടുത്തു. അപ്പോൾ അത് മാറ്റാം. ആ എണ്ണയിലേക്ക് നമുക്ക് 2 സബോള അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്നായി വരട്ടെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് എല്ലാതും കൂടി ഒന്നുകൂടി നമുക്ക് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് അയറ്റിയെടുക്കാം. അപ്പോൾ ഒരു 4 ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലൊഴിച്ച് കഴുകി വൃത്തിയാക്കി വാല വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വഴന്ന് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സാജീരകം ഇട്ട് കൊടുക്കേണ്ട 1 സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. സാജീരകം ഇടുമ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് നല്ലൊരു ടേസ്റ്റായിട്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല. ഗരം മസാല എന്ന് പറയുന്നത് ഞാനിവിടെ പൊടിച്ചതാണ്. ഇപ്പം ഞാനൊരു 100 ml തൈര് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനതൊരു പകുതി വേവിച്ച് വെച്ചാൽ നമ്മുടെ ബീൻസാണ്. കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ബീൻസ് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇനിയിപ്പോൾ വെന്ത് വന്നോളൂ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് അരിയുടെ കാര്യം നോക്കാം. അപ്പോൾ വെള്ളം വെച്ചതിൻ്റെ ആവശ്യത്തിന് 1 കിലോ അരിയാണ് ഞാനുള്ളത്. അതിലേക്ക് ആദ്യം സാജീരകം ഇട്ട്, പിന്നെ നമ്മളിടുന്ന പോലെ കറുവപ്പട്ട, തക്കോലം, ഏലക്കായ, കറിയാമ്പൂവ്, ബേ ലീവ്സ് ഒക്കെയാണ് പിന്നെ ഇട്ടത് കേട്ടോ. ഈ സാജീരകം ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ബിരിയാണിയിലേക്ക് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കേട്ടോ. 1 കിലോ അരിയാണ്. അപ്പോൾ ഞാൻ കഴുകി വാല വെച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും നെയ്യിട്ട് കൊടുത്തു. 1 സ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ട് ഇനി അതായി ചോറായി വന്നിട്ട് ഒന്ന് ഈ സമയത്ത് നമ്മുടെ കറിയായി വന്നു. അപ്പോൾ ഞാൻ ഇത് നമുക്കൊന്ന് ദമ്മിടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സബോളയും അണ്ടിപ്പരിപ്പ്, കിസ്മസ്, മല്ലിയില, പുതിന അതൊക്കെ. അതിന് ശേഷം നമ്മുടെ കറി ഇട്ട് കൊടുത്തിട്ട് ഫുള്ളിട്ട് കൊടുക്കുക. അത് നിരത്തിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ നമ്മൾ അണ്ടിപ്പരിപ്പ്, കിസ്മസ്, സബോള, അതുപോലെ മല്ലിയില, പുതിന, 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് അതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ദമ്മിടാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റിയും ഭയങ്കര മണമാണ്. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിച്ചിട്ടില്ല. അത്ര നല്ല ടേസ്റ്റ്. ആ സാജീരകമൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മണം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക.
അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കൂടി ഞാൻ അതിൻ്റെ വീതം ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി, സർലാസ്, പിന്നെ നമ്മുടെ അച്ചാർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.